ഇപ്പോഴും കഥ പൂർണ്ണമായിട്ടില്ല. കള്ളൻ പറഞ്ഞ കഥയിൽ എവിടെയോ ചില അപാകതകൾ, മിനുക്ക് കുറവുകൾ, കൂട്ടി വായിക്കാൻ കഴിയാതെ മഷി പടർന്നു പോയ ചില വരികൾ, കടലാസുകൾ. അച്ഛനെ കൊന്നത് പൈലിയാണെന്ന് അയാൾ തുറന്നു പറഞ്ഞല്ലോ മാഡം. സംഭവത്തിന് കുഴിവെട്ടുകാരൻ ടോമ എന്ന ദൃക്സാക്ഷിയുണ്ടല്ലോ. ഇനി എന്താ മാഡം പ്രശ്നം? ഇനിയാണ് ഫിറോസ് യഥാർത്ഥ പ്രശ്നം. കുരിശുകൊണ്ട് അച്ഛനെ തലക്കടിച്ചു കൊന്നു എന്നേ പൈലിയുടെ മൊഴിയിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ ശരീരം ആ കുഴിയിൽ കൊണ്ടിട്ടതാരാണ്? അതുകൊണ്ടും തീരുന്നില്ല ചോദ്യങ്ങൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അച്ഛന്റെ മരണ കാരണം തലക്കേറ്റ മുറിവല്ല, ശ്വാസം മുട്ടിയുള്ള മരണമാണ്. പൈലി പറഞ്ഞതുപോലെ അയാളുടെ ഒറ്റയടിയിൽ അച്ഛൻ മരിച്ചിരുന്നുവെങ്കിൽ റിപ്പോർട്ടിൽ മരണകാരണം രേഖപ്പെടുത്തേണ്ടത് ഹെഡ് ഇഞ്ചുറി എന്നല്ലേ? അപ്പൊ പൈലി വിശ്വസിക്കുന്നത് പോലെ കുരിശുകൊണ്ടുള്ള അടിയേറ്റല്ല അച്ഛൻ മരിച്ചിരിക്കുന്നത്. അപ്പോ പൈലിക്ക് ശേഷം അവരൊരാൾ. ഷുവർ. അങ്ങനെ ഒരാൾ തീർച്ചയായും ഈ കഥയിലുണ്ട്. അച്ഛന്റെ മരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി അയാൾ തന്നെയാണ്. അച്ഛന്റെ ഗർഭയുടെ റബ്ബർ തോട്ടത്തിലെ കുഴിയിലിട്ട് മൂടിയതും അയാളാണ്. ഒരു സംശയം ചോദിച്ചിട്ട് മാഡം, ഇത്രയൊക്കെ കേട്ടപ്പോ തോന്നിയതാ. 10 മിനിറ്റിനുള്ളിൽ നടന്ന സംഭവ പരമ്പരകൾ. സംഭവ സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ ദൂരെയുള്ള റബ്ബർ തോട്ടത്തിലാണ് അച്ഛനെ കൂടി കണ്ടത്. അതും കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ. പൈലിയുടെ മൊഴി പോലെ ഏതോ പെണ്ണിനെ ആരോ അടക്കിയ അതേ കുഴിയിൽ. അപ്പൊ കുഴിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ശരീരം എടുത്തു മാറ്റിയ ശേഷമാണല്ലോ അച്ഛനെ ഇറക്കിയിട്ടുണ്ടാവുക. അതെ, ഇത്രയൊക്കെ ചെയ്യാൻ ഒരാളെ കൊണ്ട് കഴിയും മാഡം. അതും 10 മിനിറ്റിനുള്ളിൽ. അനിത പറഞ്ഞു വരുന്നത് അവർ ഒന്നിലധികം ആളുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. യെസ് മാഡം, സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷേ അപ്പോഴും കുറെ സമസ്യകൾ ബാക്കിയുണ്ട്. കുഴിയിൽ ഉണ്ടായിരുന്ന പെണ്ണ് ആരാണ്? അവൾ എവിടെ പോയി? കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ? കേട്ട കഥയിൽ നമ്മൾ ഒരാളെ വിട്ടുപോയി മാഡം. കുഴിവെട്ടുകാരൻ തോമ. ഇനി ഒരുപക്ഷെ തോമ ആവാതിരിക്കാം. അന്വേഷണം ഇനി ആവരിക്കാം. അതിനു മുൻപ് പരിശോധന ഫലവുമായി പെൺകുരിശ് മടങ്ങിയെത്തട്ടെ. അതിനുമുണ്ടാവും ഒരു കഥ പറയും.